ഒരു 5 റുപ്യൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ലേ? അപ്പോൾ വെറും 2 ആഴ്ച മുമ്പ് ഓപ്പൺ ചെയ്ത ഷോറൂമിലാട്ടോ നമ്മളുള്ളത്. അതേ നല്ല കളക്ഷൻസ് ഉണ്ട്. 13, 14, 15 റുപ്യൊക്കെ വണ്ടി കളക്ഷൻസ് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണക്കാർക്കും 14 റുപ്യക്ക് ലാസ്റ്റ് കൊടുക്കാം, ഒരു 15 റുപ്യക്ക് കൊടുക്കാം. അതെ, ഫ്രണ്ടും ബാക്കും എല്ലാം പുതിയ ടയറാണ്. ഡൗൺ പേയ്മെന്റ് അല്ല കേട്ടോ, ഫുൾ റേറ്റ് അല്ലേ? സ്കൂട്ടീസ് ഉണ്ട്, ബൈക്സ് ഉണ്ട്, അത്യാവശ്യം നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. നമുക്കൊരു 19 റുപ്യ കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്കൊരു 21,000 കൊടുക്കാം, 27,000 കൊടുക്കാം. 10,000 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ലേ? 28 സ്പ്ലെൻഡർ കേട്ടോ. 28 ആണ്, 26 കൊടുക്കാം. അപ്പോൾ സ്കൂട്ടിയിൽ അത്യാവശ്യം കളക്ഷൻസ് വരുന്നുണ്ട്. മാക്സിമം ലോൺ ചെയ്യാം 33,000 വരും. ഇവിടെ കുറേ വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. ഓപ്ഷൻസ് അതെല്ലാം 32,000 കൊടുക്കാം. വണ്ടി സാധാരണക്കാർക്കും ചെറിയ റേറ്റ് നോക്കുന്നവർക്കും പറ്റിയ കളക്ഷൻസ് ഉണ്ട് അല്ലേ? 2 ടയർ പുതിയതാണ്, ബാക്ക് ടയർ പുതിയതാണ്. 28 റുപ്യ കൊടുക്കാം. ഓൾറെഡി എല്ലാം കുറച്ചിട്ട് തന്നെ ഉള്ളത്. ചെറിയ റേറ്റിനൊക്കെ വണ്ടികൾ നമ്മൾ പരിചയപ്പെടുത്തും കേട്ടോ. 14, 15, 19. നിങ്ങൾ സെക്കൻഡ്സ് വണ്ടി അന്വേഷിക്കുന്നവരാണെങ്കിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത പുതിയ ഷോറൂമിലെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇവിടുത്തെ ഇക്കാനോട് ചോദിക്കാം. ഹായ്, പുതിയ ഷോറൂമാണല്ലേ? റീസെന്റ് ഓപ്പൺ ആക്കിയ ഷോറൂമാണ്. അപ്പോൾ നമ്മളോട്ട് ആദ്യം ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നത് അല്ലേ? അപ്പോൾ പുതിയ കളക്ഷൻസ് ആണ്, ഫുള്ളും പുതിയ നല്ല കളക്ഷൻസ് ഉണ്ട്. നല്ല ഓഫർ കിട്ടും കേട്ടോ. നമ്മളെ വീഡിയോ കണ്ടു വരുന്നതൊക്കെ സ്പെഷ്യൽ ഓഫറാണ്. ഓക്കെ, അപ്പോൾ പുതിയ നല്ല കളക്ഷൻസ് ഉണ്ടോ? അപ്പോൾ ചെറിയ ബഡ്ജറ്റ് മുതൽ തുടങ്ങുന്നുണ്ടല്ലേ? റേറ്റ് കാര്യങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് ഇപ്പോൾ 2013 മോഡൽ മുതൽ വണ്ടിയുണ്ട്. ഒരു 13, 10 മുതൽ 13 മുതൽ സ്റ്റാർട്ടിങ്, 13, 14 മുതൽ വണ്ടി. സാധാരണക്കാർക്കും ചെറിയ റേറ്റ് നോക്കുന്നവർക്കും പറ്റിയ കളക്ഷൻസ് ഉണ്ട് അല്ലേ? 13 മുതൽ സ്റ്റാർട്ട് ഉണ്ടല്ലേ? 13, 14, 15 വണ്ടിനും കുറെ കളക്ഷൻ വരാനുണ്ട്. ഇനി ഒരുപാട് കളക്ഷൻസ് വരാനുണ്ട്. മാത്രമല്ല ഇവർക്ക് എക്സ്ചേഞ്ച് ഓഫർ കാര്യങ്ങളുണ്ടോ? തീർച്ചയായും നമുക്ക് കസ്റ്റമർക്ക് ഏതാ വണ്ടി വേണ്ട അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യേണ്ട ഇത് ഇവിടെ ഉണ്ട്. ഫിനാൻസ് കാര്യങ്ങളൊക്കെ? ഫിനാൻസ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും ഫിനാൻസ് ചെയ്യാം. 2015 മുതൽ എല്ലാ വണ്ടിക്കും ഫിനാൻസ് ചെയ്യാം. പിന്നെ വണ്ടി കണ്ടീഷൻസ് ഒക്കെ എങ്ങനെയാ? ഇപ്പോൾ കസ്റ്റമർക്ക് ഒരു പേടി ഉണ്ടാവില്ലേ ഇപ്പോൾ ഷോറൂം എടുക്കുമ്പോൾ? അവർക്ക് ഒരു മെക്കാനിക്കിനെ കൂട്ടി കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ കുറേ വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഓപ്ഷൻസ് അതെല്ലാം ഓൾമോസ്റ്റ് എല്ലാ വണ്ടി കണ്ടീഷൻ വണ്ടിയാണ് കൊടുക്കും. കസ്റ്റമർക്ക് ഏതാ വണ്ടി വേണ്ട അതും കൂടി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. എങ്ങനെയാ പരമാവധി ചെയ്ത് കൊടുക്കും? റേറ്റിനൊന്നും കുഴപ്പമില്ല. ഓൾറെഡി എല്ലാം കുറച്ചിട്ട് തന്നെ ഉള്ളത്. നമുക്ക് ചെയ്ത് കൊടുക്കാം. നോക്കിയിട്ട് ഓരോ കസ്റ്റമർക്ക് തീർച്ചയായും ചെയ്ത് കൊടുക്കാം. എക്സ്പെർട്സ് മുതൽ തുടങ്ങാം അല്ലേ? ഇതെങ്ങനെ മോഡൽ വരുന്നത്? ഇത് 2019 സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫ്രണ്ട് ടയർ പുതിയതാണ്, ബാക്ക് ആവറേജ് ആണ്. ഇതിന്റെ വില വരുന്നത് 85,000 ആണ്. നമുക്ക് കസ്റ്റമർക്ക് ഒരു ലാസ്റ്റ് 80,000 കൊടുക്കാം. നല്ല പുതിയ ടയറല്ലേ? ഫ്രണ്ട് പുതിയ ടയർ, അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി. അടുത്തൊരു 220 ഉണ്ടല്ലോ, നല്ല അടിപൊളി 220 ഉണ്ട്. 2017 മോഡലാണ്. ഇതും സിംഗിൾ ഓണർഷിപ്പാണ്. പിന്നെ ആവറേജ് കണ്ടീഷനാണ്, ടയറും കാര്യങ്ങളെല്ലാം. വണ്ടി ഫുൾ കണ്ടീഷനാണ്. ചോദിക്കുന്നത് റേറ്റ് 54,000 എന്തെങ്കിലും നോക്കി ചെയ്ത് കൊടുക്കാം. ഈ വണ്ടിക്കൊക്കെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല? നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. 2015 മുതൽ എല്ലാ വണ്ടിക്കും ലോൺ ചെയ്യാം. അപ്പോൾ എത്ര ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഡൗൺ പേയ്മെന്റ് 5,000, 10,000 അങ്ങനെ ഡൗൺ പേയ്മെന്റിൽ ചെയ്യും. 5,000, 10,000 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ലേ? തീർച്ചയായും. ഒരു സിൽ സ്കോറിൽ ക്ലിയർ ആണെങ്കിൽ നമുക്ക് വണ്ടി കൊടുക്കാം. ഇതെങ്ങനെ വരുന്ന വണ്ടി? ഇത് 2014 മോഡൽ പൾസർ 150 ആണ്. ഫ്രണ്ട് ടയർ പുതിയതാണ്, ബാക്ക് ടയർ പുതിയതാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ചോദിക്കുന്ന റേറ്റ് ഇത് നമുക്കൊരു 28 റുപ്യ കൊടുക്കാം. 28 വണ്ടി കേട്ടോ. അതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ലോണിൽ അവൈലബിൾ ആയിരിക്കും അല്ലേ? 2014 നമുക്ക് കൊടുക്കാം. അതിൽ 15 മുതൽ നമുക്കെല്ലാം വണ്ടി കൊടുക്കാം. വീണ്ടും ഒരു 150 വരുന്നുണ്ട്. ഇതെങ്ങനെ വരുന്നത്? ഇത് 2017 മോഡലാണ്, പൾസർ 150. ഇത് നമുക്കൊരു 38,000 കൊടുക്കാം. 38,000. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇല്ല, കണ്ടീഷൻ വണ്ടിയാണ്. അത്യാവശ്യം 220 നല്ല കളക്ഷൻസ് ഉണ്ടല്ലേ? വീണ്ടും 220 വരുന്നുണ്ട്. ഓക്കെ, ഇത് 2013 മോഡലാണ്. 32,000 കൊടുക്കാം. ആണെങ്കിൽ ഒരു 10-5 അത്ര കാണും. ഇത് 13 കിട്ടുമെന്നറിയില്ല, 15 മുതൽ നമ്മൾ ചെയ്യുന്നുണ്ട്. കൺഫേം ആയിട്ട്. അടുത്ത വീണ്ടും ഒരു 220 ഇത് 2021 ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 1,10 ആസ്കിങ്, 1,5 കൊടുക്കാം ഫൈനലായിട്ട്. പക്ഷെ നല്ല നീറ്റും ക്ലീൻ വണ്ടിയല്ലേ? ക്ലീൻ പീസ് വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പാണ്. ഇതെങ്ങനെയായിരുന്നത്? ഇതും 2013 മോഡൽ തന്നെയാണ്. 220 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഫ്രണ്ട് ടയർ പുതിയതാണ്, ബാക്ക് ടയർ പുതിയതാണ്. ഇതൊരു 34 റുപ്യ കൊടുക്കാം. 34 അല്ലേ? അപ്പോൾ സ്കൂട്ടിയിൽ അത്യാവശ്യം കളക്ഷൻസ് വരുന്നുണ്ട്. കുറച്ച് വണ്ടി കൂടി വരാനുണ്ട് നമുക്ക്. 2019 സിംഗിൾ ഓണർഷിപ്പ് ആക്റ്റീവ വരുന്നത് 51,000 വരും. അതെ, ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും, കൊടുക്കാം. അടുത്തൊരു ഏപ്രിൽ വരുന്നുണ്ട് അല്ലേ?
2019 ലാസ്റ്റ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതും സിംഗിൾ ഓണർഷിപ്പാണ്, ഇതും സിംഗിൾ ഓണർഷിപ്പാണ്. അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ തിരികെ. ഇത് നമ്മൾ ചോദിക്കുന്നത് 52,000 ആണ്. അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അടുത്തൊരു ഡിയോ ഉണ്ടല്ലേ? 2015 മോഡലാണ്, 33,000 വരും. ഇപ്പോൾ സ്പ്ലെൻഡർ നോക്കുന്നവർക്ക് ഇതൊരു സ്പ്ലെൻഡറിൽ വരുന്നുണ്ട് ഒരു വണ്ടി. ഇതെങ്ങനെ വരുന്നത്? ഇത് 2015 മോഡൽ ഐസ്മാർട്ട് സ്പ്ലെൻഡർ ഐസ്മാർട്ടാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് നമുക്കൊരു 28 റുപ്യ കൊടുക്കാം. 28 സ്പ്ലെൻഡർ കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂണിക്കോൺ അല്ലേ? യൂണിക്കോൺ അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു വണ്ടിയാണ്. ഇത് 2013 മോഡലാണ്, നമുക്കൊരു 34 റുപ്യ കൊടുക്കാം. ഒക്കെ പറഞ്ഞ അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടികളാണല്ലേ? അടുത്തൊരു പാഷൻ പ്രോ അല്ലേ? ഇത് പാഷൻ പ്ലസ് 2007 മോഡലാണ്. പുതിയ പേപ്പർ ഇൻഷുറൻസ് എല്ലാം എടുത്തിട്ട് നമുക്ക് കസ്റ്റമർക്ക് ഒരു 14 റുപ്യക്ക് ലാസ്റ്റ് കൊടുക്കാം. 14 റുപ്യക്ക് പാഷൻ പ്രോ കേട്ടോ. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ 5 വർഷത്തേക്കുള്ള പുതിയ പേപ്പർ റിന്യൂവൽ ചെയ്തെല്ലാം എടുത്തോട് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കും. ഡൗൺ പേയ്മെന്റ് അല്ല കേട്ടോ, ഫുൾ റേറ്റ് അല്ലേ? ആ, ഫുൾ റേറ്റ് ആണ്. അപ്പോൾ ചില ആൾക്കാർ നമ്മൾ ചെറിയ വണ്ടീൻ്റെ കൊടുക്കുമ്പോൾ ഡൗൺ പേയ്മെന്റ് ആണ് സംശയം വരും. 14,000. ഓക്കെ, 14 റുപ്യക്ക് പാഷൻ പ്ലസ് അല്ലേ? അതെ, പാഷൻ പ്ലസ്. അപ്പോൾ അടുത്തൊരു പാഷൻ പ്രോ അല്ലേ? അതെ, ഇത് പാഷൻ പ്രോ. ഇത് 2011 മോഡൽ വണ്ടിയാണ്, നമുക്കൊരു 15 റുപ്യ കൊടുക്കാം. അതെ, ഫ്രണ്ടും ബാക്കും എല്ലാം പുതിയ ടയറാണ്. മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടിയാണല്ലേ? അപ്പോൾ അടുത്ത് ഏതാണ് വരുന്നത്? 150 ആണ്, പൾസർ 150. അതൊരു 150 കേട്ടോ വരുന്നത്. ഇത് 2019 വണ്ടിയാണ്, 56 റുപ്യ കൊടുക്കാം. 56. അതെ, അപ്പോൾ പറയുന്നതൊക്കെ ചെറിയ രീതിയിലും അഡ്ജസ്റ്റ് ഉണ്ടാവും അല്ലേ? അഡ്ജസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അടുത്തൊരു 180 അല്ലേ വരുന്നത്? 180 2013 മോഡലാണ്, നമുക്കൊരു 19 റുപ്യ കൊടുക്കാം. 19 റുപ്യക്ക് അത്യാവശ്യം ചെറിയ റേറ്റിനൊക്കെ വണ്ടികൾ നമ്മൾ പരിചയപ്പെടുത്തും കേട്ടോ. 14, 15, 19. ഫ്രണ്ട് ആവറേജ് ആണ്, ബാക്ക് പുതിയ ടയറാണ്. അതെ അതെ, എന്തായാലും ഫുൾ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കൊടുക്കും. എല്ലാം ക്ലിയർ ആണ്. നമ്മൾ ഫുൾ ക്ലിയർ ആക്കിയിട്ട് എല്ലാം അവരുടെ പേരിൽ മാറ്റി കൊടുക്കും. ഇപ്പോൾ പേര് മാറാനൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് കുറച്ചു കാലം മുതൽ RC എല്ലാം കിട്ടാൻ കുറേ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പം പെട്ടെന്ന് മാറി കിട്ടുന്നുണ്ട്. അതെ അതെ, മാറി കിട്ടും. വീണ്ടും ഒരു സ്കൂട്ടിൽ വരുന്നുണ്ട് കളക്ഷൻസ്. ഇതെങ്ങനെയായിരുന്നു? ഹീറോൻ്റെ മാസ്ട്രോ 2014 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, നമുക്കൊരു 21,000 കൊടുക്കാം. 21 മാസ്റ്റർ വർക്കാ അല്ലേ? മാസ്റ്റർ വർക്കാ. എന്തെങ്കിലും അതിന് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയും കൂടിയാണ്. അപ്പോൾ അടുത്തൊരു പ്ലാറ്റിന അല്ലേ? ഇത് 2019 ലാസ്റ്റ് മോഡലാണ്, 13,000 സെൽഫ് സ്റ്റാർട്ടിങ് എല്ലാം ഉള്ള വണ്ടിയാണ്. 39,000 കൊടുക്കാം. ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പാണ്, ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. അപ്പോൾ അടുത്തൊരു ഹോണ്ട. ഇത് ഹോണ്ടൻ്റെ ആക്റ്റീവ 125 ആണ്, 2015 മോഡലാണ്, ആവറേജ് കണ്ടീഷനാണ്. 27,000. ഇപ്പോൾ പറയുന്നതെല്ലാം ചെറിയ നെഗോഷ്യബിൾ ഉണ്ട്. പിന്നെ ഈ കാണിക്കാത്ത എല്ലാം കുറച്ച് വണ്ടികളുണ്ട് അല്ലേ? വണ്ടി കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ കളക്ഷൻസ് ഇനി വരാനുണ്ട്. പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഷോറൂമാണ്. അത്യാവശ്യം നല്ല നല്ല കളക്ഷൻസ് വരാനുണ്ട്. കാറിൻ്റെ പുതിയതായിട്ട് ഷോറൂം രണ്ടും ഒരുമിച്ച് കൂടെ തന്നെ ചെയ്യും. കാറിൻ്റെ കുറച്ച് കളക്ഷൻ കൂടി വരാനുണ്ട്. അതെ, ഇപ്പോൾ കാറിൻ്റെ ഉണ്ട്. നിങ്ങൾക്ക് അഥവാ കാറിൻ്റെ എൻക്വയറി ആണെങ്കിൽ വിളിക്കാമല്ലേ? വിളിച്ച് അന്വേഷിക്കാം. സൺഡേ ഓഫ് ആണോ? ഇല്ല, കസ്റ്റമർ ഉണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കും. വണ്ടിയാണ് ഷോപ്പ് ഓപ്പൺ ആണ്, നമ്മുടെ അടുത്ത് തന്നെ താമസിക്കുന്നത്. നിങ്ങൾ സൺഡേ വരുവാണെങ്കിൽ മുൻകൂട്ടി വിളിച്ചു കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്ത് തരും അല്ലേ? വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം, നമ്മളെടുക്കാൻ തയ്യാറാണ്. നമുക്ക് ലൊക്കേഷൻ എങ്ങനെ പറയാം? ലൊക്കേഷൻ ഇത് ശരിക്കും വരുന്നത് പ്രോപ്പർ കണ്ണൂർ സിറ്റി റോഡ് അണ്ടത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. ഷോപ്പിന്റെ പേര് വരുന്നത് മോട്ടോർ കോൺസെപ്റ്റ്. ഇപ്പോൾ ചെറിയ വണ്ടി നോക്കുന്നവരാണെങ്കിലും അത്യാവശ്യം മീഡിയം റേഞ്ച് നല്ല ക്വാളിറ്റി വണ്ടികൾ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാം കേട്ടോ. എൻക്വയറി ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കാം. അതിൽ തന്നെ ഇൻസ്റ്റാഗ്രാം വരെ ID മെൻഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇവരെ കോൾ ചെയ്യുക അല്ലേ? വന്ന് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങൾ എടുക്കുക അല്ലേ? അപ്പം നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കാര്യങ്ങൾ തീർച്ചയായും കൊടുക്കും.